അങ്ങനെ നാട്ടിൽ പോവാണ് നമ്മൾ രാവിലെ തന്നെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു യാത്രയ്ക്കാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ എണീറ്റപ്പോൾ തൊട്ട് അറിയുന്നതാണ്. ബട്ട് ഇത്ര വൃത്തികേടായിരിക്കും എന്ന് ഓർത്തില്ല. അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം എൻ്റെ പ്രാർത്ഥന അബുദാബിയിൽ കൂടെ ഡിലേ ആവണേന്നാണ്. നാട്ടിൽ കുറച്ച് വൈകി എത്തിയാലും വേണ്ടില്ല, ഫ്ലൈറ്റ് മിസ്സാകാൻ പാടില്ല. ഇപ്പോൾ കുറച്ച് ഫ്ലൈറ്റ്സ് പോകുന്നതുകൊണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ടെൻഷനായി ഒരു പ്രശ്നം ഇല്ലാണ്ട് ഇറങ്ങി പോന്നിരുന്നതാണ്. എന്തായാലും 10:25 ഇപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റ്. എന്നാലും ഞങ്ങൾ ബുക്ക് ചെയ്ത ടൈമിൽ തന്നെ പോവുക. ഇവർ വിശ്വസിക്കാൻ കൊള്ളത്തില്ലല്ലോ, അതുകൊണ്ട്. സംഭവം എന്നാന്നല്ലേ, രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ടു ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ ഡിലേ ആണ്. എന്തേലും ആവട്ടെ എന്നോർത്ത് റെഡിയായി ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇറങ്ങാമെന്നോർത്ത് പ്രാർത്ഥിച്ച് നമ്മൾ രാവിലെ ഇറങ്ങി. അവിടെ നിന്ന് തൊട്ടങ്ങോട്ടെ എൻ്റെ പൊന്നോ, കഷ്ടകാലത്തിൻ്റെ മാലപ്പടക്കമായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ ഒരു 5:15 ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട്. ആ ഊബർ ഡ്രൈവർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത്ര ലഗേജ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് വേറെ ഊബർ ബുക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അവരുടെ മീറ്റർ ചാർജിന് ഓടണമെന്ന്. അവിടെ മീറ്റർ ചാർജിന് ഓടിയാൽ വീടിൻ്റെ ആധാരം ഉൾപ്പെടെ ഞാൻ ഇന്ത്യയിൽ നിന്ന് എത്തിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ അടുത്ത ഊബർ ബുക്ക് ചെയ്ത് ഒരു വിധത്തിൽ എയർപോർട്ടെത്തി ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു 1 കിലോ സംതിങ് എക്സ്ട്രാ വന്നു. ബട്ട് പുള്ളി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ പെട്ടിയും കുട്ടിയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. 1.5 മണിക്കൂറല്ലേ ഫ്ലൈറ്റ് ഡിലേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് നമ്മളവിടെ കുറേ നേരം കുത്തിപ്പിടിച്ചിരുന്നു. 1.5 മണിക്കൂർ 2 മണിക്കൂറായി, 2 മണിക്കൂർ 2.5 മണിക്കൂറായി, പിന്നെ അത് 3 മണിക്കൂറായി. ബിക്കോസ് ഓൾറെഡി ഞങ്ങൾക്ക് അബുദാബിയിൽ നിന്ന് അടുത്ത് കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട്. ഈ സാധനം അവിടെ കറക്റ്റ് സമയത്ത് ഇറങ്ങിയാലേ അത് നമുക്ക് ഓടിപ്പിടിക്കാനേലും പറ്റത്തുള്ളൂ. അത് പോയി കഴിഞ്ഞാൽ പോയി. അങ്ങനെ കുറേ നേരം ഞങ്ങളിരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ കൂടുമ്പോൾ ഞങ്ങൾ അതിൽ ഇറങ്ങി നടക്കും. അങ്ങനെ നടന്നും ഇരുന്നും കിടന്നും ഒക്കെ ഒരു വിധത്തിൽ ഒരു 11:45 സമയമായപ്പോൾ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി അവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇതിലോട്ട് ഇവർ കയറ്റുന്നില്ല. അങ്ങനെ വീണ്ടും അവിടെ കുത്തിയിരുന്ന് 9 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റിൽ അങ്ങനെ 11:30 അവർ ഞങ്ങളെ കയറ്റിയിരുത്തി. അപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ, ഓക്കെ, ഇപ്പോൾ ഈ സാധനം ഇവിടുന്ന് പറക്കും, ഞങ്ങൾ ഇന്ന് അബുദാബിയിൽ ഇറങ്ങി പോകാൻ പറ്റുമെന്നാണ്. വീണ്ടും കഷ്ടകാലത്തിന് ആ സാധനം എന്നിട്ടും അവിടെ നിന്ന് പുറപ്പെട്ടില്ല. ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, വിശന്ന് ലാസ്റ്റ് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ അവർ ഗ്ലാസ് വെള്ളം കൊണ്ടെത്തുന്നു. എന്നിട്ടും വരെ ഫ്ലൈറ്റ് അവിടെ നിന്ന് എടുത്തില്ല. മഴയും പെയ്യാൻ തുടങ്ങി. തിരിച്ചിറങ്ങി പോയാലോ എന്ന് വരെയുണ്ട്. വിശപ്പ് സഹിക്കാൻ വയ്യേണ്ടി വന്നപ്പോൾ അമ്മച്ചി ഞങ്ങൾക്ക് ഓറിയൻ്റെ ഒരു ബിസ്ക്കറ്റൊക്കെ തന്നു. അങ്ങനെ 9 മണിക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റ് 12:45 1 മണിയായപ്പോൾ ആ രാജ്യത്ത് നിന്ന് പൊങ്ങി പറന്നിരിക്കുന്നു. താഴത്തോട്ട് നോക്കുമ്പോൾ ഒക്കെ നല്ല രസമുണ്ട്. പക്ഷേ മനസ്സിൽ നമുക്കറിയാമായിരുന്നു, പോയി, അബുദാബി എന്നുള്ള ഫ്ലൈറ്റ് പോയി, ഇനി അത് കിട്ടത്തില്ല.